കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 2024 ബിടെക് സ്കീം പരിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. 2024 സ്കീമിൻ്റെ ഒരു സിലബസ് എങ്ങനെ ഉണ്ടാകും എന്ന ഒരു വീഡിയോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിലബസ് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഓരോ കോഴ്സ് പഠിക്കുമ്പോഴും സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷമാണ് പഠനം തുടങ്ങേണ്ടത്. നമ്മുടെ ഈ ഒരു സ്കീമിൽ മൊത്തം എല്ലാ കോളേജുകളിലും ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത്. ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഫലം. ഈ ഒരു വിഷയം, അതായത് കോഴ്സ് പഠിച്ചിട്ട് എന്താണ് ഫലമുണ്ടാകുന്നത്, കോഴ്സ് ഔട്ട്കം CO എന്ന് പറയും. അതുപോലെ പ്രോഗ്രാം ഔട്ട്കം, ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിൽ ഈ ഒരു കോഴ്സിന്റെ ഔട്ട്കം എന്തൊക്കെ ഘടകങ്ങളാണ് അതിൽ ഉള്ളത്, അതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ കോഴ്സിനും കോഴ്സ് കോഡുണ്ട്. ആ കോഡ് എങ്ങനെയാണെന്ന് ഇതെല്ലാം ഓരോ ഘടകങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുകയാണ്. അതെങ്ങനെ ഉണ്ടാകുമെന്ന് ഒരു മാതൃകാ സിലബസ് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോഴ്സ് നെയിം ഉണ്ടാകും. ആ വിഷയത്തിന്റെ കോഡിൽ ചില ആൽഫബറ്റ്സ് തുടക്കത്തിൽ ഉണ്ടാകും, പിന്നെ ഒരു നമ്പർ ഉണ്ടാകും. കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കണം, അത് തെറ്റിപ്പോകരുത്. അതുപോലെ കോഴ്സ് നെയിം, വിഷയത്തിന്റെ പേര് കൃത്യമായിട്ട്. ഇത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പല ബ്രാഞ്ചിലെ പല വിഷയങ്ങൾ ചിലപ്പോൾ ഒരേപോലെയൊക്കെ തോന്നിക്കുന്നത് ചിലപ്പോൾ ഒരേ പേരോടെ ഉണ്ടാകാം, പക്ഷെ സിലബസ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മുടെ കൃത്യമായിട്ടുള്ള കോഴ്സ് കോഡും കോഴ്സ് നെയിമും കോഴ്സ് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ സെമസ്റ്ററിന്റെ തുടക്കത്തിൽ, ഓരോ സെമസ്റ്ററിന്റെ തുടക്കത്തിൽ ഏതൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സ്, അത് കോഡ് സഹിതം നമ്മൾ സെലക്ട് ചെയ്യണം. അതുപോലെ യൂണിവേഴ്സിറ്റി എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ എക്സാം രജിസ്ട്രേഷന്റെ സമയത്തും തെറ്റില്ലാതെ ഈ കോഴ്സ് കോഡ്, കോഴ്സ് നെയിം നമ്മൾ ചൂസ് ചെയ്യണം. അതൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പരീക്ഷ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കില്ല. അത് ആകെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് രണ്ടും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓരോ കോഴ്സിനും പഠിക്കാൻ ഒരാഴ്ചയിൽ എത്ര ലെക്ചർ അവേഴ്സ്, അധ്യാപകർ എത്ര മണിക്കൂർ മിനിമം ലെക്ചറിങ് നടത്തേണ്ടതുണ്ട് ഓരോ ആഴ്ചയിൽ. അതുപോലെ എത്ര ട്യൂട്ടോറിയൽ അവേഴ്സ്. ട്യൂട്ടോറിയൽ എന്ന് വെച്ചാൽ ടോട്ടൽ ഒരു ക്ലാസ്സിൽ 60 കുട്ടികളാണെങ്കിൽ അതിന്റെ നേർപകുതി 30 കുട്ടികൾക്ക് ഒരു അധ്യാപകനായിട്ട് ആ കോളേജിൽ റൂം സൗകര്യം ഉണ്ടെങ്കിൽ 2 വ്യത്യസ്ത റൂമിൽ തന്നെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ പരമായിട്ടോ പ്രോബ്ലംസ് പരമായിട്ടോ അല്ലെങ്കിൽ ഡെറിവേഷൻസോ അവിടെ കൂടുതൽ ക്ലോസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. കുട്ടികൾ ചെയ്യുന്നിടത്ത് തന്നെ വന്ന് അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ഉള്ള ഒരു സൗകര്യം. റൂം സൗകര്യം ആവശ്യത്തിന് ട്യൂട്ടോറിയൽ ക്ലാസ് റൂംസ് ഇല്ല എങ്കിൽ ആ സാധാരണ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ ഒന്നിലധികം അധ്യാപകർ വന്ന് അത് വിശദീകരിച്ച് തരുന്നതായിരിക്കും. അതാണ് ട്യൂട്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാക്ടിക്കൽസ്, വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ലബോറട്ടറി കോഴ്സുകൾ, അത് എത്ര മണിക്കൂർ വീതം ഉണ്ടാകും, അതാണ് ഈ ഇതുകൊണ്ട് P കൊണ്ട്. R എന്ന് വെച്ചാൽ പ്രോജക്റ്റ് എത്ര മണിക്കൂറുകൾ ഒരാഴ്ചയിൽ മിനിമം വേണം. അതുപോലെ ഓരോ കോഴ്സിന്റെയും ക്രെഡിറ്റ്, അത് 4 ആവാം, 3 ആവാം, 1 ആവാം. അത് എത്രയാണെന്ന് സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സെഷണൽ മാർക്ക് CIE, കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്ക് എത്രയാണെന്നും അത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്നും വ്യക്തമായിട്ട് സിലബസിൽ പറയും. എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എത്ര മാർക്കാണ് മാക്സിമം ഓരോ വിഷയത്തിനും. എല്ലാത്തിനും അത് 60 ആവണമെന്നില്ല, ചിലതിന് 50 ആയിരിക്കും. ഇന്റേണൽ മാർക്ക് 50, ഈ ESC മാർക്ക്, യൂണിവേഴ്സിറ്റി പരീക്ഷ മാർക്കും 50 ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ എക്സാം ഡ്യൂറേഷൻ സാധാരണ 2.5 മണിക്കൂറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിലും ചിലപ്പോൾ ചില വിഷയങ്ങൾക്ക് മാറ്റം വരാം. അതുപോലെ ഓരോ വിഷയവും പഠിക്കാൻ മുൻകൂറായിട്ട് എന്താണ് അറിഞ്ഞിരിക്കേണ്ട വിഷയം, പഠിച്ചിരിക്കേണ്ട വിഷയം, ഇത് പ്രധാനമായിട്ടും വരുന്നത് സീനിയർ സെമസ്റ്ററുകളിലാണ്. 3rd സെമസ്റ്റർ മുതൽ അങ്ങോട്ട് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ച ചില വിഷയങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എങ്കിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ഇയറിൽ പൊതുവെ +2ന്റെ
പഠിച്ചതിൻ്റെ പ്രീ റിക്വസിറ്റ്സ് ബേസ് ചെയ്തിട്ട് നമുക്ക് പഠനം തുടരാൻ സാധിക്കും എന്ന് കാണാം. പിന്നെ കോഴ്സ് ടൈപ്പ്, ഏത് ടൈപ്പുള്ള കോഴ്സാണ്, പല തരത്തിലുള്ള കോഴ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടിരുന്നു. കോഴ്സ് ഒബ്ജക്റ്റീവ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഈ കോഴ്സ് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നേട്ടങ്ങൾ അതിൽ നിന്ന് ആ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും. അതിന് ശേഷമാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. അത് 4 മോഡ്യൂളുകളായിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ഓരോ മോഡ്യൂളിനും എത്ര മണിക്കൂറുകൾ പഠിപ്പിക്കണം എന്നുള്ളതും അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ആ വിഷയം പഠിക്കാൻ ഉപയോഗിക്കേണ്ട ടെക്സ്റ്റ് ബുക്കുകളുടെ ഒരു ലിസ്റ്റ്. പക്ഷെ ആ ലിസ്റ്റ് ഒരു യൂണീക്ക് ലിസ്റ്റ് എന്ന് ധരിക്കേണ്ട. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് എളുപ്പമുള്ള ബുക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ടീച്ചേഴ്സ് തന്നെ പഠിപ്പിക്കാൻ ക്ലാസ്സിൽ വരുമ്പോൾ അവർ തന്നെ മിക്കവാറും നിങ്ങളോട് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഏത് ടെക്സ്റ്റ് ബുക്കാണ് ഉപയോഗിക്കേണ്ടത്. കാരണം പല ടീച്ചേഴ്സ് പല ഓതേഴ്സ് എഴുതിയിട്ടുള്ള ബുക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്. അവർ ഫോളോ ചെയ്യുന്ന ബുക്ക് തന്നെയാണ് നിങ്ങളും ഉപയോഗിക്കുന്നെങ്കിൽ പഠിക്കാൻ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ബുക്കുകളിൽ നിന്ന് ചിലപ്പോൾ നൊട്ടേഷൻസ് ഒക്കെ വ്യത്യാസം ഉണ്ടാവാം, അവരുടെ അപ്രോച്ച് വ്യത്യാസം ഉണ്ടാവാം. അപ്പോൾ ഏത് ഓതറിന്റെ ബുക്കാണ് ടെക്സ്റ്റ് ബുക്കായിട്ട് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ റെഫറൻസ് ബുക്ക്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് പഠിക്കുന്നു. പക്ഷെ അഡീഷണൽ ആയിട്ട് കൂടുതൽ ഇൻഫർമേഷൻ, കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ റെഫറൻസ് ബുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അധ്യാപകർ വീണ്ടും അതും പറഞ്ഞു തരും നിങ്ങൾക്ക്. ഇവിടെ CBSE ഒക്കെ നിങ്ങൾ പഠിച്ചു വന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചു വന്നു. NCERT അല്ലെങ്കിൽ CBSEയുടെ ബോർഡ് തന്നെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പബ്ലിഷ് ചെയ്ത് അത് നിങ്ങൾ സ്കൂളുകളിൽ നിന്ന് അത് വാങ്ങി അത് പഠിച്ചു. ഇപ്പൊ മാത്സിന് ഒരു പ്രത്യേക ബുക്ക് തന്നെ ഉണ്ടായിരുന്നു, അതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ആധികാരികം. ബുക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇന്ന ബുക്കിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കുമെന്നൊന്നും യാതൊരു നിബന്ധനയും ഇല്ല. അപ്പോ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻ പ്രകാരം ആ ടോപ്പിക്കുകൾ കവർ ചെയ്യുന്ന എന്തും ചോദ്യങ്ങളായിട്ട് വരാം. അതുകൊണ്ട് അതൊക്കെ കവർ ചെയ്യുന്ന പല ബുക്കുകൾ, ചിലപ്പോൾ ഓരോ മോഡ്യൂളിനും തന്നെ ഒന്നിലധികം ബുക്കുകൾ ഉപയോഗിച്ചാലേ പഠനം നല്ല രീതിയിൽ പോകുന്നുള്ളൂ. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഉചിതമായ ബുക്കുകൾ നിങ്ങൾ സംഘടിപ്പിച്ച് പഠിക്കുക. അതും തുടക്കം മുതലേ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്ലാസ്സുകൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്താൽ ഏറ്റവും ഉചിതം. അത് കഴിഞ്ഞ് നമുക്ക് സിലബസിൽ കാണാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് ഇന്റേണൽ അസസ്മെന്റ് നടക്കുന്നത്, മാർക്കുകൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അറ്റൻഡൻസിന് എത്ര മാർക്ക്, അസൈൻമെന്റിന് എത്ര, സീരീസ് ടെസ്റ്റുകൾക്ക് എത്ര മാർക്ക് വീതം. അതും ചില വിഷയങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകാം. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ഓരോന്ന് ഒരു സിലബസ് എടുത്ത് പരിശോധിച്ച് നോക്കാം. അപ്പോൾ കോഴ്സ് ഔട്ട്കം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ഒരു വിഷയം പഠിച്ചിട്ട് എന്താണ് ഫലം പ്രതീക്ഷിക്കുന്നത്, അത് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ പ്രോഗ്രാം ഔട്ട്കം, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഇത് സിലബസ് കാണുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് സെമസ്റ്ററിലെ സെമസ്റ്റർ 1 S1 എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, IEEE, IEEE എന്നായിരിക്കും ഇത് ചുരുക്കി പറയുക. ഈ വിഷയത്തിന്റെ പേര് മുഴുവനായിട്ടും തന്നെ നിങ്ങൾ പറയണം, അത് എഴുതണം. പരീക്ഷ ഒക്കെ എഴുതുമ്പോൾ അതിന്റെ ഫേസിംഗ് ഷീറ്റിൽ ഇത് എഴുതാൻ സ്ഥലമുണ്ടാകും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒരു പാർട്ടായിരിക്കും ഇതിന്റെ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വേറൊരു പാർട്ടായിരിക്കും. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള പ്രൊഫസേഴ്സ് ആയിരിക്കും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ആദ്യ 2 മോഡ്യൂൾ. ഈ സിലബസിലെ എല്ലാ സിലബസും 4 മോഡ്യൂളാണ്. ആദ്യ 2 മോഡ്യൂള് ഇലക്ട്രിക്കൽ ആയിരിക്കും. രണ്ടാമത്തെ ഭാഗം, അതായത് 3ഉം 4ഉം മോഡ്യൂളുകൾ ഇലക്ട്രോണിക്സ് ആയിരിക്കും. ആ ഇലക്ട്രോണിക്സ് പാർട്ട് ഞാനും പഠിപ്പിക്കുന്ന ആളാണ് സ്ഥിരമായിട്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇതും ഇങ്ങനെ പറഞ്ഞു തരുന്നത്. പരീക്ഷ എഴുതുമ്പോഴും നിങ്ങൾക്കൊരു സിംഗിൾ ആൻസർ ബുക്കേ ലഭിക്കുകയുള്ളൂ. ഒരു ബുക്കിൽ തന്നെ ആദ്യ ഭാഗത്ത്, അതായത് 30 പേജാണ് ഒരു ആൻസർ ബുക്കിന്റെ സൈസ്, പേജ് നമ്പേഴ്സ്. അപ്പോൾ 1 മുതൽ 15 വരെ ഉള്ള ആദ്യത്തെ പേജുകളിൽ ഇലക്ട്രിക്കൽ പാർട്ടിന്റെ ആൻസർ എഴുതണം. അതിൽ ഇലക്ട്രോണിക്സിന്റെ ഒരൊറ്റ ചോദ്യത്തിന്റെ ഉത്തരവും വന്നു പോകരുത്. അതുപോലെ
പേജ് നമ്പർ 16 മുതൽ 30 വരെയുള്ള അവസാനത്തെ പേജുകളിലായിട്ട് വേണം ഇലക്ട്രോണിക്സിന്റെ ഉത്തരം എഴുതാൻ. ഇത് വാല്യൂ ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അധ്യാപകരായിരിക്കും അത് വാല്യൂ ചെയ്യുന്നത്. അവർ ആദ്യ ഭാഗം, ഇപ്പൊ ഇലക്ട്രോണിക്സ് വാല്യൂ ചെയ്യുന്ന അധ്യാപകൻ ആദ്യ ഭാഗം ഒന്നും സെർച്ച് ചെയ്ത് നോക്കുന്നതല്ല. അപ്പൊ ഉത്തരങ്ങൾ ഇലക്ട്രോണിക്സിൻ്റെത് ആദ്യ ഭാഗങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് വാല്യൂ ചെയ്യപ്പെടാതെ അതിന്റെ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അത് ഈ ഒരു വിഷയത്തിന് അത് ശ്രദ്ധിക്കുക. അതുപോലെ ചിലപ്പോൾ വേറെ വിഷയങ്ങളും ഭാവിയിൽ കണ്ടേക്കാം. അത് സിലബസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പറിലും ആ നിർദ്ദേശം ഉണ്ടാവാം. ഈ ഒരു വിഷയം കോമൺ ടു ഗ്രൂപ്പ് എ ആൻഡ് ബി. കമ്പ്യൂട്ടർ റിലേറ്റഡ് ബ്രാഞ്ചുകളാണ് ഗ്രൂപ്പ് എ. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ റിലേറ്റഡ് ബ്രാഞ്ചുകളാണ് ഗ്രൂപ്പ് ബി. അവർക്ക് കോമൺ ആണ് ഈ വിഷയം. കോഴ്സ് കോഡ് ജി ഗ്രൂപ്പ് സ്പെസിഫിക് ആയതുകൊണ്ട് ആ ലെറ്റർ വൈ, അതും ABCD മാറ്റം വരും ചില വിഷയങ്ങളിൽ. ഇവിടെ ഇപ്പോൾ വൈ എന്നാണ്. ES സൂചിപ്പിക്കുന്നത് എഞ്ചിനീയറിംഗ് സയൻസ് കാറ്റഗറിയിൽപ്പെട്ട വിഷയമാണിത്. അതുപോലെ ടി എന്ന് പറയുന്ന 5ാമത്തെ ആൽഫബറ്റ് സൂചിപ്പിക്കുന്നത് എപ്പോഴും തിയറി ആണോ പ്രാക്ടിക്കൽ ആണോ എന്നുള്ളതാണ്. ഇതിപ്പോ തിയറി സബ്ജക്റ്റ് ആണ്. തിയറി ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് ഇത് മുഴുവൻ പഠിക്കേണ്ടത്. 104 ആണ് ഒരു നമ്പർ ഇവിടെ വന്നിരിക്കുന്നത് കോഴ്സ് കോഡില്. കോഡ് നമ്പർ 100ാം സ്ഥാനത്ത് ഇരിക്കുന്ന ഈ അക്കം സൂചിപ്പിക്കുന്നത് ഏത് സെമസ്റ്റർ എന്നാണ്. 2ാം സെമസ്റ്ററിന്റെ എല്ലാ കോഴ്സുകളും 200 വെച്ച് തുടങ്ങുന്നതായിരിക്കും. 300 തുടങ്ങുന്നത് 3ാം സെമസ്റ്ററിന്റെ. അത് കണ്ടാൽ നമുക്ക് ഇത് തിരിച്ചറിയാൻ സാധിക്കും. 4 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു രജിസ്റ്റേർഡ് കോഡ് നമ്പർ ആണ്. അതുപോലെ ഈ 10ാം സ്ഥാനത്തും ചിലപ്പോൾ ഇലക്റ്റീവ് ഒക്കെ വരുമ്പോൾ അക്കങ്ങൾ വരും. 0 തന്നെ എപ്പോഴും വരണമെന്നില്ല. ഇന്റേണൽ മാർക്ക് ഈ വിഷയത്തിനും ടോട്ടല് 40 ആണ്. ഇലക്ട്രിക്കലിനും ഇലക്ട്രോണിക്സിനും എല്ലാ കാര്യങ്ങളും ഈക്വൽ വെയിറ്റേജോടെയാണ് പോകുന്നത്. 20 മാർക്ക് ഇലക്ട്രിക്കലിനും 20 മാർക്ക് ഇലക്ട്രോണിക്സിനും ഉണ്ടാകും. പഠിപ്പിക്കേണ്ട രീതി ആണ് ഇവിടെ LTPR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 മണിക്കൂർ തിയറി, അതിൽ 2 മണിക്കൂർ ഇലക്ട്രിക്കലിനും ആഴ്ചയിൽ 2 മണിക്കൂർ ഇലക്ട്രോണിക്സിനുമായിരിക്കും. ട്യൂട്ടോറിയലോ പ്രാക്ടിക്കലോ പ്രോജക്റ്റോ മണിക്കൂറുകൾ നീക്കിവെച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റി എക്സാമിനേഷന്റെ അഗ്രഗേറ്റ് മാക്സിമം മാർക്ക് 60 ആണ്. അത് 30 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. പരീക്ഷയ്ക്ക് ടോട്ടല് 2.5 മണിക്കൂർ ഡ്യൂറേഷൻ ആണ്. അത് മൊത്തത്തില് 2 വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പരീക്ഷ തുടങ്ങുന്ന രാവിലെ ആണെങ്കിൽ സാധാരണ 9:30 തുടങ്ങി 12:30 ഉച്ചയ്ക്ക് തീരും. അപ്പോൾ 9:30 മുതൽ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഇപ്പൊ ഇലക്ട്രോണിക്സ് ഭാഗമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ആൻസർ ബുക്കിന്റെ സെക്കൻഡ് ഹാഫിൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ ഇട്ടിട്ട് അത് ആൻസർ ചെയ്യുക. അപ്പൊ മൊത്തം 2.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ആദ്യത്തെ ഹാഫ് ടൈമില് ഇലക്ട്രിക്കൽ തീർക്കണമെന്നൊന്നും നിർദ്ദേശമില്ല. മുഴുവൻ സമയം നിങ്ങൾക്ക് കൂട്ടിക്കലർത്തി ഉപയോഗിക്കാം. ടോട്ടൽ ക്രെഡിറ്റ് 4 മണിക്കൂർ തിയറി പഠിപ്പിക്കുന്നതിന് 4 ക്രെഡിറ്റ് ഉണ്ടാകും. അതിൽ 2 ക്രെഡിറ്റ് ഇലക്ട്രിക്കലിനും 2 ക്രെഡിറ്റ് ഇലക്ട്രോണിക്സിനുമാണ്. പക്ഷെ അത് വേർതിരിച്ച് ഗ്രേഡ് കാർഡിൽ കാണിക്കുന്നില്ല. പാസ്സായി കഴിഞ്ഞാൽ 4 ക്രെഡിറ്റ് കിട്ടും. ഇവിടെ പ്രീ റിക്വസിറ്റ് പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയുന്നില്ല, കാരണം നിങ്ങൾ എല്ലാവരും +2 കഴിഞ്ഞ് വന്നതുകൊണ്ട് അതിന്റെ ഫിസിക്സ് ആണ് ഇവിടുത്തെ വിഷയം. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് പഠിക്കുന്നത്. ഈ കോഴ്സ് ടൈപ്പ് ഗ്രൂപ്പ് കോറാണ്, തിയറി വിഷയമാണിത്. പിന്നെ നമ്മൾ കണ്ടിരുന്നു കോഴ്സ് ഒബ്ജക്റ്റീവ്. ഇത് പഠിക്കാനുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ മതി. ഇതെല്ലാം വെബ്സൈറ്റിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിലബസ് പബ്ലിഷ് ചെയ്ത് കിടപ്പുണ്ട്. അത് നോക്കിയിട്ട് ഓരോ വിഷയങ്ങളുടേതും പഠനം നടത്തുക. എന്തൊക്കെയാണ് ഉദാഹരണമായിട്ട് ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് ഇവിടെ പറയുന്നത് അനലൈസ് 3 ഫേസ് AC സിസ്റ്റം. 3 ഫേസ് ഉള്ള ACയുടെ ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ സാധിക്കണം. വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, അനലൈസ് ചെയ്യാനുമുണ്ട്. അതുപോലെ ഔട്ട്ലൈൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. നമ്മുടെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, GSM, IoT എല്ലാം അതിൽ വരുന്നുണ്ട്. ഇന്റർനെറ്റ് ഓഫ് തിങ്സും പിന്നെ ചില ഉപകരണങ്ങളും കൂടി ആ ഒരു മോഡ്യൂളിൽ വരുന്നുണ്ട്. അതാണ് ഈ 5ഉം 6ഉം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോഡേൺ ഇലക്ട്രോണിക്സിലെ എക്യുപ്മെന്റ്സിൽ ചിലത്. സിലബസിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും വീഴ്ച വരാതെ പഠിക്കുക തന്നെ വേണം. സിലബസ് 4 മോഡ്യൂളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മോഡ്യൂള്
ഓരോ വാക്കുകളും ഇവിടെ വളരെ പ്രധാനമാണ്. ഈ വാക്കുകൾ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഏതൊക്കെ ആഴത്തിൽ ഇപ്പോൾ ചിലതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, ഡെറിവേഷൻ നോട്ട് റിക്വയർഡ്. ഈ സ്റ്റാർ ഡെൽറ്റ കൺവേർഷന് നിങ്ങൾ എങ്ങനെയാണ് ആ കൺവേർഷൻ, അതിന്റെ ഫോർമുല പഠിച്ചാൽ മതിയായിരിക്കും. അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം പഠിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ റെസിസ്റ്റീവ് നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. റെസിസ്റ്റൻസും ഉപയോഗിച്ചുള്ളത് മാത്രം മതി. കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും ഉപയോഗിച്ചുള്ള നെറ്റ്വർക്കുകൾ ഉണ്ടാവും. അത് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അതിന് ടോട്ടൽ 11 മണിക്കൂർ പഠിക്കേണ്ടതുണ്ട് ക്ലാസ് റൂംസിൽ. രണ്ടാമത്തെ മൊഡ്യൂളും അതുപോലെ തന്നെ എന്തൊക്കെ ടോപ്പിക്സ് ആണെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നു. 11 മണിക്കൂറുണ്ട്. മൂന്നാമത്തെ മൊഡ്യൂള് ഇലക്ട്രോണിക്സിനുള്ളതാണ്. അത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോണിക് ഡിവൈസസ്, കൂടാതെ സർക്യൂട്ടുകളും വരുന്നുണ്ട് ഇവിടെ ഇതിന്റെ ഒരു ഭാഗത്ത്. ലോഡ് ലൈൻ, സർക്യൂട്ട് ഡയഗ്രാം ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്, അതിന്റെ ആംപ്ലിഫയർ, സർക്യൂട്ടുകൾ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി 15 മണിക്കൂറാണ് പഠിക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവസാനത്തെ മോഡ്യൂള് അത് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ കുറച്ച് ഇൻസ്ട്രുമെന്റേഷൻ ടോപ്പിക്കുകളും അതിനകത്തുണ്ട്. 9 മണിക്കൂറാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സെഷണൽ മാർക്ക് ഇടേണ്ട സ്പ്ലിറ്റ് അപ്പ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 5 മാർക്ക് ടോട്ടൽ അറ്റൻഡൻസിന്. അത് ഇലക്ട്രിക്കലിനും ഇലക്ട്രോണിക്സിനും പകുതി ആയിട്ട് പോകും. അസൈൻമെന്റിന് 15 മാർക്ക്, ഇന്റേണൽ എക്സാമിനേഷൻ 10 മാർക്ക്, രണ്ടാമത്തെ സീരീസ് എക്സാമിനേഷൻ ഇന്റേണൽ 10 മാർക്ക്, അങ്ങനെ 40 മാർക്ക്. എന്റെ സെമസ്റ്റർ എക്സാമിനേഷന് പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ടാകും. അതും ഈക്വലി ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. ഓരോ മോഡ്യൂളിൽ നിന്നും 2 ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അത് കമ്പൽസറി ആണ്, അവിടെ ചോയ്സ് ഉണ്ടാവില്ല. അങ്ങനെ 4 മോഡ്യൂൾ, 2 മോഡ്യൂൾ ഇലക്ട്രിക്കലിനും 2 മോഡ്യൂൾ ഇലക്ട്രോണിക്സിനും. ടോട്ടൽ 8 ഷോർട്ട് ക്വസ്റ്റ്യൻസ്, 3 മാർക്ക് വീതം നമുക്ക് കാണാൻ സാധിക്കും. 24 മാർക്ക് ടോട്ടൽ. പിന്നെ പാർട്ട് ബിയില് നമുക്ക് ചോയ്സ് ഉണ്ടായിരിക്കും. ഡബിൾ ചോയ്സ് എന്ന് പറയാം വേണമെങ്കിൽ. ഡബിൾ ചോയ്സ് എന്ന് വെച്ചാൽ എത്ര വേണമെങ്കിലും ആൻസർ ചെയ്യുന്നതല്ല, ഐദർ ഓർ ആണ്. ഒരു മോഡ്യൂളിൽ നിന്ന് 2 ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ആ ഓരോ ക്വസ്റ്റ്യനും ഒറ്റ ഫുൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ 3 വരെ സബ് ഡിവിഷൻസ് ഉണ്ടാകാം, ABC സബ് ഡിവിഷൻ ആയിട്ട്. അതിന് ഓരോ ഫുൾ ക്വസ്റ്റ്യനും 9 മാർക്കാണ്. അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു ചോദ്യം ഫുൾ ക്വസ്റ്റ്യൻ മാത്രം വിദ്യാർത്ഥികൾ എഴുതേണ്ടതുണ്ട്. രണ്ടും എഴുതി വെക്കരുത്. അങ്ങനെ എഴുതുന്നത് നിങ്ങൾക്ക് സമയനഷ്ടമാണ്, സ്ഥലവും നഷ്ടമാണ്. മാത്രമല്ല നിങ്ങൾ ആവശ്യമില്ലാതെ അവിടെ സ്ട്രെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചോദ്യം വായിച്ചു നോക്കുമ്പോൾ തന്നെ കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആ ഒരു മോഡ്യൂളിലെ ഏത് ചോദ്യമാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് അത് അവിടെ തീരുമാനിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ തന്നെ ആദ്യം ഒരു ഓട്ടപ്രദക്ഷിണം. അതിന് ഒരു കൂൾ ഓഫ് ടൈം ഒന്നും ഇവിടെ ഇല്ല. കൃത്യം 3 മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഇതെല്ലാം മാനേജ് ചെയ്യണം. അങ്ങനെ 36 മാർക്കാണ് പാർട്ട് ബി എന്ന് വരിക. ടോട്ടൽ 60 മാർക്കാണ് 2.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. ഇനി കോഴ്സ് ഔട്ട്കം എന്തൊക്കെയാണ്? ഓരോ മോഡ്യൂളിന്റെയും CO1 ഫസ്റ്റ് മോഡ്യൂളിന്റെ അതുപോലെ ഓരോ മോഡ്യൂളിൽ നിന്നും എന്തൊക്കെയാണ് ഫലം പ്രതീക്ഷിക്കുന്നത്, അതിന് നോളേജ് ലെവലാണ് ഇവിടെ പറയുന്നത്. നോളേജ് ലെവല് ഇങ്ങനെ 6 ലെവലായിട്ടാണ് ബ്ലൂംസ് ടാക്സോണമി അല്ലെങ്കിൽ നോളേജ് ലെവലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. K1 എന്ന് പറഞ്ഞ് ജസ്റ്റ് ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത്, ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ അതിവിടെ വരുന്നില്ല. എന്ന് വെച്ചാൽ ഓർമ്മ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പിന്നെ അണ്ടർസ്റ്റാൻഡ് ലെവലിലേക്ക് നമ്മൾ ഉയരണം ഇവിടെ. പിന്നെ പ്രോബ്ലംസ് ഒക്കെയുള്ള ഡിസൈൻ ഒക്കെയുള്ള ചോദ്യങ്ങൾക്കായിരിക്കും K3 വരുന്നത്. അതൊക്കെ ഉയർന്ന സെമസ്റ്ററിൽ വരാനാണ് സാധ്യത. ഈ ഒരു വിഷയത്തിൽ അത് വരുന്നില്ല, എല്ലാം K2 ആയിട്ട് കാണാം. ഇതിലും വിദ്യാർത്ഥികൾ അത്ര വലിയ ശ്രദ്ധ കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ ഇവാലുവേഷൻ നടത്തി അച്ചീവ്മെന്റ് ലെവല് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ വെച്ച് കാൽക്കുലേഷൻസ് വരുന്നുണ്ട് ഞങ്ങൾക്ക്. അതുപോലെ പ്രോഗ്രാം ഔട്ട്കം PO1 മുതൽ PO12 വരെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. PO1 ടെക്നിക്കൽ നോളജ് ആണ്. സയൻസ്, മാത്സ് അതുപോലെ ഉള്ള ടെക്നിക്കൽ വിഷയങ്ങൾ അടക്കം നോളേജ് ഏതൊക്കെ ലെവലിൽ ഉണ്ടാകും എന്നുള്ള നോക്കിയിട്ട് അതിൻ്റെ ഒരു വിഹിതമായിട്ട് ഒരു
പെർസെൻറ്റേജ് ആണ് ഇവിടെ പറയുന്നത്. അത് വെച്ചിട്ട് കാൽക്കുലേഷൻസ് നടക്കും. ഓരോ കോഴ്സ് ഔട്ട്കമ്മിനും അതിൽ ഉള്ള പ്രോഗ്രാം ഔട്ട്കം ഇവിടെ മാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതും വിദ്യാർത്ഥികൾ അത്ര ഇത് ശ്രദ്ധ കൊടുക്കണമെന്നില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു പേജ് ഇതാണ്. ഈ വിഷയം പഠിക്കാൻ നിങ്ങൾക്ക് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണെന്നാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇതേ ബുക്ക് തന്നെ വാങ്ങിച്ചോ അല്ലെങ്കിൽ വെച്ചോ ഉപയോഗിച്ചോ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു ബോർഡ് ഓഫ് സ്റ്റഡീസ് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കുകളാണിത്. അതുപോലെ റെഫറൻസ് ബുക്കുകൾ, കുറച്ചുകൂടിയുള്ള ആഴത്തിലുള്ള പഠനം. ഇതിൽ ലിസ്റ്റ് ചെയ്യാത്ത എത്രയോ ബുക്കുകളും കൂടി നമുക്ക് ചിലപ്പോൾ കാണും. ചിലപ്പോൾ ടൈലർ മെയ്ഡ് ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ സിലബസിന് വേണ്ടി തന്നെ ബുക്കുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അത് ഉചിതമെന്ന് തോന്നുകയാണെങ്കിൽ അത് വെച്ചിട്ടും നമുക്ക് പഠിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾ അവരുടെ ഏറ്റവും ഉചിതമെന്ന് തോന്നുന്ന വിധത്തിൽ ബുക്കുകളൊക്കെ വെച്ച് അല്ലെങ്കിൽ മറ്റുള്ള റിസോഴ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ സിലബസ് പ്രകാരം പൂർണ്ണമായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധ കൊടുക്കുക. അല്ലാതെ 75% മതി എന്നുള്ള തോന്നൽ ഒരിക്കലും ഉണ്ടാവരുത്. ക്ലാസ്സുകൾ നിങ്ങൾ തന്നെ പാഷൻ ക്രിയേറ്റ് ചെയ്ത് പഠിച്ചാൽ ഏറ്റവും ഉചിതം. നമുക്ക് ഈ ഓരോ വിഷയങ്ങളോടും ഓരോ പാഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കണം. തുടർന്ന് നമ്മുടെ ഈ ഒരു പ്രൊഫഷനിൽ തന്നെ നമുക്ക് പാഷനേറ്റ് ആവാൻ സാധിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള സ്ട്രെയിനും എടുക്കാതെ പ്രഷറും അനുഭവപ്പെടാതെ നമുക്ക് വളരെ എൻജോയ് ചെയ്ത് ജീവിക്കാൻ സാധിക്കും. എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുക എന്ന് പോലും അല്ല ഞാൻ പറയുന്നത്, ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രോഗ്രാമൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷവും ഒരു ജോലിയൊക്കെ ലഭിച്ചു കഴിഞ്ഞാലും അവിടെ ജോലി ചെയ്യലായിരിക്കില്ല യഥാർത്ഥത്തിൽ, പക്ഷെ ജീവിക്കുക ആയിരിക്കും. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ എന്തൊക്കെയാണോ ഉദ്ദേശങ്ങൾ ഇതിനൊക്കെ അത് പരമാവധി നിങ്ങളുടെ കഴിവിനനുസരിച്ച് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലെവലിൽ ജീവിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനുവേണ്ടി നിങ്ങളുടെ മൈൻഡ് സെറ്റും കൂടി ആ രീതിയിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ ആ നേട്ടങ്ങൾ സാധ്യമാണ്. എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ ഈ ഒരു വീഡിയോ ചുരുക്കുന്നു.